മനുഷ്യരുടെ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സോ അതിൽ നിന്നും തഴുകിയെടുത്ത് അതിനെ വീണ്ടും നമുക്ക് ജനങ്ങളിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പലർക്കും ഈ ഒരു ഓർമ്മകളൊക്കെ മറന്നുപോയ കാര്യങ്ങളായിരിക്കും. അത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ സാധിച്ചതിൽ നരിവേട്ട ടീമിന് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. സോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നരിവേട്ടയെ വീണ്ടും ഒന്നുകൂടെ നോക്കി നിങ്ങളുടെ മനസ്സിൽ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോഷ്യൽ മെസ്സേജ് പറയുന്ന സിനിമയുടെ അപ്പുറത്ത് കൊമേഴ്ഷ്യലി ഇത് നല്ല എന്റർടൈനറാണ്. ആളുകൾക്ക് ഭയങ്കര വിശ്വസ്തന്നെ ബാക്കി എല്ലാ വിശ്വാസനം ഷാനവാസം നമുക്ക് ഒരുക്കിയത് ഭയങ്കര സാധ്യത തന്നെയാണ്. നീങ്ങടാ കുടിക്ക് നീങ്ങി കാല് വെച്ച് മാറ്റിയോ കാലൊന്ന് വെക്കോ. ആ 1,000 മൈക്ക് കാത്തിരിക്കോ ചേട്ടാ? നിങ്ങൾ കാണിക്കോ ചേട്ടാ? ആൾക്കാർ ഉണ്ടാവില്ല ചില ചൂണ്ടിക്കാണിക്കൽ ഇത്രയും വേണ്ട വിഷയങ്ങൾ പാട്ട് അഭിനയിച്ച ചിത്രത്തിൽ എല്ലാ ചിത്രങ്ങളും നല്ലതാണ്. അതിലൊരു ബെസ്റ്റ് കഥാപാത്രമാണ് ഇപ്പോൾ ഈ കിട്ടുന്നത്. ഇതൊരു നടന്ന സംഭവം. ആ നടന്ന സംഭവം ചിത്രീകരിച്ചേക്കുന്ന ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവട്ടെ, ഇതിന്റെ ടീം വർക്ക് അടിപൊളിയായിട്ടുണ്ട്. കാരണം പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോ കുട്ടികളാവട്ടെ, ഓരോ പ്രായമുള്ള കഥാപാത്രമാവട്ടെ, എല്ലാവരും നമ്മൾ അന്ന് നടന്ന സംഭവം ഈ സിനിമ കണ്ടാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. കാരണം അത്രയും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കാണാം. ഒരു നടന്ന സംഭവം നമ്മളൊക്കെ ഒരു എന്താ മനുഷ്യത്വത്തിൻ്റെ ഒരു തേങ്ങലി നമുക്ക് ഈ സിനിമ കണ്ടാൽ കിട്ടും എന്നുള്ള യാതൊരു സംശയവും. അത്രയും മനോഹരമായിട്ട് ഓരോ കഥാപാത്രങ്ങളും അതിമനോഹരമായിട്ട് എടുക്കുന്നത്. ചേരൻ നന്നായിട്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥാപാത്രം കൊടുത്ത് അദ്ദേഹം മനോഹരമാണ്. നല്ലൊരു സിനിമ തരുവാണ്. കമ്മിറ്റ്മെന്റ് ഉള്ള നടനാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. ഭയങ്കര റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകൾ അന്വേഷിച്ചിരിക്കുന്നത്. നല്ല പണി മേടിച്ചിട്ടുണ്ട്. ബട്ട് ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള ശരിക്കും പ്രോമിസിംഗ് തീർച്ചയായും ഒരു കല അങ്ങനെ സംസാരിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. രീതിയിലവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതും കൂടിയാണ് കല. എന്റർടൈൻമെന്റ് കണ്ണൊക്കെ മറച്ചുകൊണ്ടൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാൻ ചില കാര്യങ്ങൾ ചില സിനിമകൾ അങ്ങനെ പറയണമല്ലോ. അല്ലെ നമ്മളല്ല പറയേണ്ടത്, ഈ യുവതയല്ലേ പറയേണ്ടത്. ഇനി വരാൻ പോകുന്നവർക്ക് ഇതറിയണമല്ലോ. ലൈവ് ചാനൽസ് ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ ഈ ഇൻസിഡന്റ് ഒക്കെ നടന്നിരുന്നത്. അല്ലേ, ഒരാൾ പറഞ്ഞിട്ടില്ല. 2003 ഞാനൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. ഇത് ജനം ചർച്ച ചെയ്യട്ടെ, ആളുകൾ അറിയട്ടെ. ഇതൊരു ഫിക്ഷനാണ്, ശരിയാണ്. പക്ഷെ ഭൂസമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ പ്രശ്നം അനുഭവിച്ചിട്ടുള്ള അവരുടെ പ്രശ്നം നീങ്ങി തീർന്നിട്ടില്ല. അത് സത്യമാണ്. ഒരു കഥ കെട്ടി ശ്രമിക്കുമ്പോൾ അതിനകത്ത് കുറേയൊക്കെ പ്രശ്നം ഉണ്ടാകും. അത് എത്രത്തോളം ഇഫക്റ്റീവായി പറയാമെന്നുള്ളതാണ്. രാഷ്ട്രീയം പറയലല്ല ഒരു സിനിമ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സിനിമ. എത്രത്തോളം ഇഫക്റ്റീവായി കണ്ടു നിൽക്കുന്ന തരത്തിൽ ഒരു ലൈഫിലൂടെ, ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ
അതെങ്ങനെ പറയാൻ കഴിയും ടോവിനോ അത് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് സിനിമ. അയാളിലൂടെ നമ്മൾ ആ ഒരു വലിയ ഇൻസിഡന്റ് 2003 ജനം കാണാത്തൊരു ഇൻസിഡന്റ് ഒരു സിനിമ ഒരാളുടെ ആണ്ടിലൂടെ ആ സിനിമ പറഞ്ഞ വിവരം ഭയങ്കരമായിരുന്നു. ഞങ്ങൾക്ക് കാലഘട്ടത്തിലുള്ള എക്സൈറ്റ്മെന്റ് തന്നെയാണ് സിനിമ അല്ലേ. ഫിലിം മേക്കറും എഡിറ്ററും റൈറ്ററും മ്യൂസിക്കാരും അങ്ങനെ എല്ലാവരും എനിക്ക് ശരിക്കും വയനാട്ടിലെ ആ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഒറിജിനൽ റൈറ്റേഴ്സാണ്. അവരാരും ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നല്ല. ശരിക്കും അവരോടൊന്നും നന്ദി പറയണ്ട. അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്യാൻ. അവരാദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് പോലും പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. തിരിപ്പിച്ചു പോയ കുറച്ച് കുറേ മൊമെന്റ്സ് ഉണ്ട്. വളരെ ട്രെയിൻഡ് ആക്ടേഴ്സ് പോലും ചിലപ്പോൾ അവർ പോകുന്നതൊക്കെ സാധനം നടക്കുന്നില്ല. സാധനമാണ് നമ്മളൊക്കെ മിക്സിങ് അവരെ അടക്കമുള്ള ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ഉണ്ട്. ലൈഫിൽ മറക്കാൻ കഴിയാത്തൊരു സിനിമ ആയിരിക്കും. ഞങ്ങൾ നേരത്തെ എഴുതി ഉറപ്പിച്ചിരുന്നു ഈ സിനിമ റിമാർക്ക് ചെയ്യും ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നു. സന്തോഷം. കഥ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സംസാരിച്ചിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മളൊരു ഫാത് ഫാസിലിൻ്റെ സിനിമയായിരുന്നു അത് ചെയ്യാൻ. ഫാത് ഫാസിൽ സീരിയൽ അത് പുഷ്പയുടെ ഇതായതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത നിങ്ങളുടെ സിനിമ അല്ല അത് കൺഫേം ആയിട്ട് നമ്മൾ മലയാളത്തിലും തമിഴിലുമായിട്ട് സിനിമകൾ പ്ലാൻ ചെയ്യുന്നു. പറയാനാണ് സിനിമയാണ് ഇത്രയും റിയൽ സ്റ്റോറീസ്, അതും സമരവുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എഴുതി അത് വലിപ്പിക്കുക എന്നുള്ള കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്തായാലും സാറിന് ഇത് എഴുതുമ്പോൾ മനസ്സിലെന്തായിരുന്നു? റിയൽ സ്റ്റോറീസ് അല്ല, റിയൽ സ്റ്റോറീസിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചരിത്രത്തിൽ നിന്നോ ഇൻസ്പയർഡ് ആണ്. ഇതിന്റെ മെയിൻ പ്ലോട്ട് റിയൽ അല്ല, അതെല്ലാം ഫിക്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മളെ അതിലേക്ക് ഇൻസ്പയർ ചെയ്തത് ഈ സമരങ്ങളൊക്കെ. ഇവിടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സമരമൊന്നും പറയുന്നില്ല, എങ്കിലും സിനിമ കണ്ട പല ആൾക്കാരിൽ നിന്നും പറയുമ്പോൾ ഇത് സിറ്റി ജാനുവിനെ ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റു സമരത്തിലുള്ള ആൾക്കാരെ ഓർമ്മിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. സമരം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമരമാണ്. സമരം ശരിക്കും നടന്നിട്ടില്ല റിയലി. അപ്പം ആ സമരം കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറേ കൂടെ ആളുകൾക്ക് പരിചിതമുള്ള ചില മുഖങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവരും. അതേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ നിലയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് യഥാർത്ഥ ചരിത്ര സംഭവങ്ങളൊന്നും അതേപോലെ എടുത്തിട്ടില്ല. അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ കഥ ഉണ്ടാക്കുന്നത്. ഈ കഥ പൂർണ്ണമായിട്ടും ഫിക്ഷൻ തന്നെയാണ്. ഫിക്ഷൻ ആണെങ്കിലും കഴിഞ്ഞുപോയ പല സമരങ്ങളെയും നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അപ്പം മറന്നുപോയ പല കാര്യങ്ങളും ഈ സിനിമയിലേക്ക് ഓർപ്പിക്കാൻ പല നീതിക്ക് വേണ്ടിയിട്ടൊരു ഒരു എക്സാമ്പിൾ ആവട്ടെ എന്ന് തോന്നുന്നു. അത് നമ്മൾ പ്രേക്ഷകർക്കും സമൂഹത്തിനും പെട്ടുകൊടുക്കുകയാണ്. പ്രേക്ഷകർക്ക് സിനിമ കണ്ട് വിലയിരുത്തിട്ട് സൊസൈറ്റി എന്തെങ്കിലും പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത്. ഈ ഒരു സോഷ്യൽ കണക്റ്റുള്ള ഒരു മൂവിയാണ്. ഇമോഷണൽ ആകുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ഇമോഷണൽ ആവും. കണ്ടിരിക്കാം. എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത് അഭിനയം ഒന്നും പറയാനില്ല കേട്ടോ. ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ് മൂവി എന്ന് ഞാൻ പറയുള്ളൂ. മാസപ്പടമൊന്നും പ്രതീക്ഷ ആരും വരരുത്. മാസമല്ല, ഇത് ഒറിജിനൽ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി ഡയറക്ടർ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു.